ടു ടേം നിബന്ധന മാറിയില്ലെങ്കിൽ ആർക്കൊക്കെയാണ് മത്സരിക്കാൻ കഴിയാതിരിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. ടു ടേം നിബന്ധന തുടരുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മത്സരിക്കാൻ കഴിയില്ല. 2 ടൈം അദ്ദേഹം പൂർത്തിയാക്കുകയാണ് ധർമ്മടത്ത് നിന്നും. ഇനി വീണ ജോർജിന്, ആരോഗ്യമന്ത്രി വീണ ജോർജിനും ആറന്മുളയിൽ 2 ടേം പൂർത്തിയാവും. വീണ ജോർജിനും തുടരാൻ കഴിയില്ല. സജി ചെറിയാൻ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്ക് ചെങ്ങന്നൂർ മണ്ഡലവും ഇതിൽ മത്സരിക്കാൻ കഴിയുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ സജി ചെറിയാന് ഇത് 1.5 ടേം എന്ന നിലയിലെ കണക്കാക്കാൻ സാധിക്കൂ. അദ്ദേഹം ബൈ ഇലക്ഷനിലൂടെയാണ് ചെങ്ങന്നൂരിൽ ആദ്യം എത്തുന്നത്. OR കേളു പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിക്ക് മാനന്തവാടിയിൽ 2 ടേം പൂർത്തിയാവും. നിബന്ധന വന്നാൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയില്ല. AN ഷംസീറിന് തലശ്ശേരിയിൽ മത്സരിക്കാൻ കഴിയില്ല. KK ശൈലജയ്ക്ക് മട്ടന്നൂരിൽ നിന്ന് മത്സരിക്കാൻ കഴിയില്ല. TP രാമകൃഷ്ണൻ ഇനി മത്സരരംഗത്തുണ്ടാകുമോ എന്നുള്ള കാര്യം. AC മൊയ്തീന് മത്സരിക്കാൻ കഴിയില്ല കുന്നംകുളത്ത് നിന്നും. MM മണിക്ക് മത്സരിക്കാൻ കഴിയില്ല. കടകംപള്ളി സുരേന്ദ്രന് കഴക്കൂട്ടത്ത് നിന്ന് മത്സരിക്കാൻ കഴിയില്ല. VK പ്രശാന്തിനും മത്സരിക്കാൻ കഴിയില്ല. VK പ്രശാന്തിനും ബൈ ഇലക്ഷൻ്റെ ഒരു സാധ്യതയുള്ളതുകൊണ്ട് 1.5 ടേം എന്ന് പറയാം. പക്ഷേ നോക്കൂ, VK പ്രശാന്ത് വട്ടിയൂർക്കാവിൽ നേടിയ വോട്ട് 53,000-ൽ നിന്ന് 61,000 വോട്ടായിട്ട് VK പ്രശാന്ത് 2021 ആകുമ്പോൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതേസമയം എതിർ സ്ഥാനാർത്ഥിയുടെ വോട്ട് 22,000-ൽ നിന്ന് 39,000 വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം വളരെ കൂടുതലാണ്. 61-ഉം 61,000 VK പ്രശാന്തിന്. UDF സ്ഥാനാർത്ഥിയായിരുന്ന വീണ നായർക്കുള്ളത് 39 എന്നുള്ളതാണ്. അപ്പോൾ സജി ചെറിയാൻ്റെ കണക്കിലേക്ക് വന്നാൽ 2014 അദ്ദേഹം മത്സരിക്കുന്ന, പക്ഷേ പിന്നീട് ബൈ ഇലക്ഷനിലാണ്. അന്ന് 68,196 വോട്ടാണ് കിട്ടുന്നതെങ്കിൽ 3,000 വോട്ടുകൂടെ വർദ്ധിപ്പിച്ച് 71,000 മാറ്റുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം, അന്ന് UDF നേടിയ 55,000 വോട്ട് കുറഞ്ഞ് 39,000 വോട്ടായിട്ട് 2021 മാറുന്നത് സജി ചെറിയൻ ഇഫക്റ്റാണ് ചെങ്ങന്നൂരിൽ. അപ്പോൾ ആ എഫക്റ്റ് ചെറുതല്ല. VV ജോയിയുടെ കാര്യത്തിലും LDF 53,000-ൽ നിന്ന് 68,000 വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2 ടേം പൂർത്തിയാവുന്നു. IB സതീഷ് 51,000-ൽ നിന്ന് 66,000 15,000 വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മറുഭാഗത്ത് UDFിൻ്റെ വോട്ട് 50,000-ൽ നിന്ന് 43,000 കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ, വീണ ജോർജ് 64,000-ൽ നിന്ന് 74,000 വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എതിർ സ്ഥാനാർത്ഥി UDFിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ 56,000-ൽ നിന്ന് 55,000 വോട്ട് കുറയ്ക്കാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്ഥാനാർത്ഥികളുടെയൊക്കെ മികവുകൾ പരമാവധി ഉപയോഗപ്പെടുത്താനായിരിക്കും CPM ശ്രമിക്കുക. അതുകൊണ്ട് 2 ടേം എന്നുള്ള നിബന്ധന ഒഴിവാക്കാനാണ് സാധ്യതയെന്നാണ് CPM വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങളും സൂചനകളും.